അമ്മേ, ഇന്ന് കണ്ണൻചേട്ടൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേണ്ട. എന്തിനാ നീ അവളുടെ വാ അടപ്പിക്കുന്നേ? എന്താ പറ്റിയെന്ന് നമുക്ക് എന്നോട് പറഞ്ഞൂടെ? നീ എന്റെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ നിന്നെ ഇതുവരെയും പുറത്തുള്ള ആളായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. നീയും എനിക്ക് മോനെ പോലെ തന്നെയാ. അപ്പൊ മനസ്സിലായല്ലോ, നീയും ഈ വീട്ടിലെ ആള് തന്നെയാ. അങ്ങനെ ഇരിക്കുമ്പോ നീ നിന്റെ കുടുംബത്തിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് നിനക്ക് നിന്റെ കാര്യം പറയാൻ പറ്റുമെന്ന് പറ. എനിക്ക് നിങ്ങൾ എന്റെ സ്വന്തം അമ്മയെ പോലെയാ. കണ്ണാ, നിന്നെ കാണുമ്പോ നിന്റെ സംസാരം കേൾക്കുമ്പോ നിന്റെ മനസ്സിനകത്ത് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോനെ. എന്റെ സ്ഥാനത്ത് നിന്റെ അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യവും ചോദിക്കില്ല. നിനക്ക് പറയണമെന്നുള്ളപ്പോ നീ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ട് ചോദിക്കുക, എന്തു പറ്റി മോനെ നിനക്ക്? അവനെ വിട്. ഏതാണ്? കണ്ണനെ വിട്. ഏതാണ്? അയ്യോ, എന്തു പറ്റി ബേബി? ബേബി നെയിം സെർച്ച് ചെയ്യുക. അടിപൊളിയായിരിക്കണം, കേൾക്കുമ്പോ ക്യൂട്ടും ആയിരിക്കണം, അതുപോലെ സ്വീറ്റ് ആൻഡ് ഷോർട്ടും ആയിരിക്കണം. ഇതെന്താ പുതിയതായിട്ടൊരു കാര്യം? പെണ്ണ് ജനിച്ചാൽ അമൂല്യ, ആണ് ജനിച്ചാൽ വേദാന്തം എന്നല്ലേ നമ്മൾ അന്ന് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അതാദ്യം കുഞ്ഞ് ജനിക്കുമ്പോഴിടുന്ന പേരല്ലേ. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോ മോഡേൺ പേര് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും മോഡേൺ പേരല്ലേ? അതിനേക്കാൾ മോഡേൺ പേര് വേണമെന്ന്. ആണോ? അങ്ങനെയാണെങ്കിൽ നീ നേച്ചർ, പ്രകൃതി, വോൾക്കാനോ, സൈക്ലോൺ, ഇല്ലെങ്കിൽ കൊറോണ എന്ന് വെക്കാം. നിങ്ങൾ എന്തായി പറയുന്നേ? ആരെങ്കിലും അങ്ങനെയുള്ള പേര് വെക്കുവോ? മോഡേൺ വേണമെന്ന് നീയല്ലേ പറഞ്ഞത്? ഇപ്പോഴെല്ലാരും ഈ വ്യഞ്ജനാക്ഷരം, ക്രിയാക്ഷരം ഒക്കെയാണ് പേരായിട്ട് വെക്കുന്നത് ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേര് വെച്ചാ എന്താ ഇവിടെ ഒരു പ്രശ്നം? നിങ്ങളുടെ തർക്കവും ചർച്ചയും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഓർഗാനിക്സ് ജോലി നോക്ക്. ഓക്കേ, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം കേട്ടോ. ഓക്കേ. സിദ്ധാർത്ഥ്, നമ്മുടെ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ അമൂല്യയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്ത് രസായിരിക്കും അല്ലേ? പെണ്ണെന്ന് വെച്ചാ നോക്കാതിരുന്ന നിന്റെ ചേട്ടൻ ഇപ്പൊ കാണിക്കുന്നത് കണ്ടാലേ, അവൻ പോകുന്ന സ്പീഡ് കണ്ടാലേ, അവന് കല്യാണമല്ല നമ്മളെക്കാൾ മുമ്പ് കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. പോ അവിടുന്ന്. നിങ്ങളുടെ തലയിൽ വേറെ ആലോചന വരില്ലെന്ന് തോന്നുന്നു. ഭർത്താവ് പറയുന്നതിനെല്ലാം എതിർക്കുന്നത് ഭാര്യയുടെ ധർമ്മമല്ല പുത്രേ. ഭർത്താവിന്റെ വാക്ക് കേൾക്കുന്നതാണ് യഥാർത്ഥ ഭാര്യയുടെ ധർമ്മം. ഈ ധർമ്മവും കർമ്മവും ഇതൊക്കെ വെറും ഭാര്യമാർക്ക് മാത്രമാണോ ഉള്ളത്? ഭർത്താക്കന്മാർക്കൊന്നുമില്ലേ? ഭർത്താക്കന്മാർക്കും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവരതൊന്നും പാലിക്കാത്തോണ്ടാണോ? അത് പറയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചെയ്യും. എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചുപോലും സെൻസ് ഇല്ലാതെ പെരുമാറുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ? Just stop it, അമൂല്യ. ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ ഇവൻ ഇവിടെയുണ്ടോ?
ഇവനെന്താ ഇവിടെ കാര്യം? ഈ വീട്ടിൽ ഇവനാരാ കയറ്റിയേ? എന്തിനാ മോനെ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? ഒന്ന് സമാധാനപ്പെടുന്നീ. അന്ന് ഞാൻ നിന്നോട് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, കണ്ണൻ? അവനെ ഇത്. വാട്ട്? ഈ സ്കൗണ്ടറിനെ ഇവിടെ താമസിപ്പിച്ചേക്കാണോ? എത്ര നാളായി ഇവൻ ഇവിടെ കയറിയിട്ട്? എന്താ മോനെ, എന്തു പറ്റി? ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറെ മാസങ്ങളായി. ഇവനെയാ ഞാൻ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ച്. എന്തിന് ഇത്ര ദേഷ്യപ്പെടുന്നത്? ദേഷ്യം തന്നെ. നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്ത് സംസാരിക്കണമെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ. പ്രമി, പോയി വെള്ളം കൊണ്ടുവാ. അഞ്ചോ, നീ അകത്ത് പോ. എനിക്കൊന്നും വേണമേ. ഞാനിങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐനോ, ഞാനിപ്പോ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അതൊക്കെ ഈ സ്കൗണ്ടറിൽ കാരണോ? ഇവരെന്ത് തെറ്റാ മോനെ ചെയ്ത്? ഇവനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. നിനക്ക് ഇവനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. എന്തോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ഇവനെ പറ്റി എനിക്കല്ല അച്ഛാ, നിങ്ങൾക്കാ ഒന്നും അറിയാത്തത്. ഈ റാസ്കൽ ശരിക്കും ഒരു വിഷജന്തുവാ. ഇവനെ കൊന്നു കളയാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഇവൻ ഈ വീട്ടിൽ നിൽക്കുന്ന മാത്രമല്ല, ഇവന്റെ നിഴല് പോലെ ഇവിടെ വീഴാൻ പാടില്ല. വേദാന്ത് ഒന്ന് സമാധാനപ്പെട്. നീ ഒന്ന് കൺട്രോൾ ചെയ്യ്. വെപ്രാളപ്പെടല്ലേ. സോറി അമൂല്യ, നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. യെസ്, എന്റെ കൺട്രോളൊക്കെ തെറ്റി നിൽക്കുക. പക്ഷെ ഇങ്ങനെ റിയാക്ട് ചെയ്യാനല്ലാതെ വേറെ ചോയ്സ് ഇല്ല. ഇവൻ എങ്ങനെ താളാൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഈ നായെ ഇപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കണേ. നിന്റെ ഓഫീസ് മാത്രം നിന്റേത് വേദാന്ത്. നീ പുറത്താക്കിയപ്പോ ചേട്ടൻ ഇങ്ങോട്ട് പോന്നു. ഇത് നിന്റെ ഓഫീസും അല്ല, നിന്റെ വീടും അല്ല. അമൂല്യ, കണ്ണൻ ചേട്ടൻ ഈ വീട്ടിൽ എവിടെ പോയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അത്ര തന്നെ. സുമേഷോ, അകത്തേക്ക് വാ. ഹലോ ഏട്ടത്തി, ബോസ് ഇല്ലേ? ആരും ഓഫീസിലേക്ക് വന്നില്ലല്ലോ. ഞാൻ അറിയാതെ പുതിയ ബ്രാഞ്ച് ഓഫീസ് വല്ലതും തുടങ്ങിയോ ഇനി? അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്ക് രാവിലെ തന്നെ കുടിക്കുന്ന ശീലമില്ല. വല്ലപ്പോഴും ചെറുതായിട്ടൊന്ന് അടിക്കും, അത്രേ ഉള്ളൂ. അയ്യോ സുമേഷേ, ഞാൻ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തേലും വേണോന്നാ ചോദിച്ചോ? ഇപ്പൊ പണി വളിയാന് എന്റെ സംസാരം കുറച്ച് കുറയ്ക്കണം. ഇല്ലെങ്കിൽ എന്റെ നാവ് തന്നെ എനിക്ക് പണി തരുന്ന ലക്ഷണവാ. എന്തിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെറുതെ വീട്ടിലേക്ക് വന്നതാണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അത് പിന്നെ ആരും ഓഫീസിലേക്ക് വന്നില്ലല്ലോ, അതുകൊണ്ടൊന്ന് അന്വേഷിച്ചിട്ട് പോകാന്ന് കരുതി വന്നതാ. ഏട്ടനും അമ്മും രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയല്ലോ. ആണോ? ആരും വരാത്തത് കണ്ടിട്ട് ഓഫീസ് എങ്ങാനും ലീവാണോ എന്നൊന്ന് അറിയാന്ന് കരുതിയാ ഇങ്ങോട്ടേക്ക് വന്നത്. രാവിലെ ഏട്ടൻ ഓഫീസിലേക്ക് പോണെന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെന്ന് അമ്മ ഇവിടെ ആരോടോ പറയുന്നത് കേട്ടല്ലോ. പിന്നെ ഏട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? സുമേഷ് വിളിച്ചു നോക്കിയില്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ വന്നിട്ടുണ്ടായിരിക്കും. ബോസിന്റെ ക്യാബിന് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്ത് ആരെയും കണ്ടില്ല. ആരും ഉണ്ടായിരുന്നില്ലേ? സുമേഷ് വിളിച്ചു നോക്കിയില്ലേ? അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തു, പക്ഷെ ബോസ് എടുത്തില്ല. വീണ്ടും വീണ്ടും വിളിച്ചാ വായി തോന്നുന്നതൊക്കെ എന്നെ വിളിച്ചു പറയും. അതുകൊണ്ട് ബോസ് ഓഫീസിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഒന്നും ജോലിയൊന്നും ഇല്ലെന്ന് അറിയണമെന്ന് തോന്നി. നമ്മുടെ ബോസ് അങ്ങനെ പറയാതെ ഒരു സ്ഥലത്തേക്ക് പോകാറില്ല. ഓൺ ഡ്യൂട്ടി ആണെങ്കിൽ ഇൻഫോം ചെയ്യും. അല്ല ഇനി
ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലി ഇനിയും ബാക്കിയുണ്ടേ. ഡെഡ് ലൈൻ വരെ തരും. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് കൺഫ്യൂഷൻ ആയിട്ട് ഇവിടം വരെ വരേണ്ടി വന്നതാ. ആണോ? അപ്പൊ അമ്മ ഏട്ടനും കൂടി എവിടേക്കാണാവോ പോയത്? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംസാരിച്ചുണ്ടല്ലോ അമൂല്യ, നിനക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഈ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. നീ ഒരാളുടെ പുറത്ത് കൈവെക്കുന്നത് ശരിയല്ലെന്ന് നിനക്ക് അറിയില്ലേ വേദാന്ത്? അമൂല്യ, ഒരു മിനിറ്റ്. കണ്ണൻ ചേട്ടൻ, നിങ്ങൾ വെറുതെ ഇരിക്കും. നിങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇത്രയും ദിവസം ഈ വീട്ടിൽ എങ്ങനെയാ പെരുമാറിയെന്നും എനിക്കറിയാം. വേദാന്ത് ചെയ്തത് തെറ്റാണ്. ഇല്ല അമൂല്യ, തെറ്റ് എന്റേതാ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. ഈ വീട്ടിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ വേദാന്തിയേട്ടന് ഈ വീടുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ നീ പറയുന്നത്? അതറിയും മുൻപ് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം അടുത്തുപോയി. അതുമാത്രമല്ല, ഈ നാട്ടിൽ എനിക്ക് വേറെ അഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാഞ്ഞത്. പക്ഷെ ഇനി മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പറഞ്ഞയക്കുന്നതിന് മുന്നേ ഞാൻ പൊയ്ക്കോളാം. കണ്ണാ, നീ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. വേദാന്ത്, എന്തിനാ നീ ദേഷ്യം കാണിക്കുന്നേ? സമാധാനോട് കാര്യം പറ, പതുക്കെ സംസാരിക്കേ. നോക്ക്, ഇപ്പൊ നീ പറ, എന്തിനാ നിനക്ക് നമ്മുടെ കണ്ണനോട് ഇത്ര ദേഷ്യം? അതുകൊണ്ടാ കണ്ണേട്ടൻ വേദാന്തേട്ടനെ അവോയ്ഡ് ചെയ്തോണ്ടിരുന്നെ. ഇവനാണ് ശരിയല്ല, വൃത്തികെട്ടവനവൻ. വിഷച്ചെടികളെ ആരും വീട്ടിൽ വയ്ക്കാറില്ല. ഇവൻ ഈ വീട് തന്നെ ഇല്ലാണ്ടാക്കും. ആദ്യം ഇവനെ പിടിച്ച് പുറത്താക്ക്, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കണ്ണൻ ചേട്ടൻ ഇവിടുന്ന് എവിടെയും പോവില്ല. അമൂല്യ, അതെ, അമൂല്യ തന്നെയാ പറയുന്നേ. നേരത്തെ പറഞ്ഞതും അതാ, ഇപ്പോഴും അത് തന്നെയാ പറയുന്നേ. കണ്ണൻ ചേട്ടൻ ഇവിടുന്ന് എവിടെയും പോവില്ല, പോവില്ല, പോവില്ല. ഒന്നെങ്കിൽ ഇവൻ ഇവിടുന്ന് പുറത്തേക്ക് പോകണം, ഇല്ലെങ്കിൽ ഞാൻ പോയിരിക്കും. അതെ, നിങ്ങൾ എന്തിനിങ്ങനെ വെറുതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? എടാ, ഇനിയും എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങിപ്പോടാ നായേ. സുമേഷേ, നീ എന്താ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കുടിക്കാൻ എന്തെങ്കിലും? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം ഈ ശീലം. ടീ കുടിച്ചു. നിങ്ങൾക്ക് സുഖമാണോ? എന്നേക്കാൾ സുഖമായിട്ടും സന്തോഷമായിട്ടും വേറെ ആരും ഇല്ലെന്നാ തോന്നുന്നേ.
നന്നായിരിക്കുന്നു. നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് ഈ വഴിക്കൊക്കെ? സുമേഷ് ഒരു ന്യൂസും കൊണ്ട് വന്നിരിക്കാം. അത് കേട്ടിട്ട് ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാം. കൺഫ്യൂസ് ആക്കുന്ന തന്നെയല്ലേ സുമേഷിന്റെ ജോലി. കാര്യം എന്താന്ന് പറ. അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. ഇവൻ വന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഇല്ല മാഡം, ദൈവത്തിനാണേ അവിടെ എന്താണോ നടന്നത് അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഏട്ടത്തി, ഓഫീസിൽ വലിയ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ രാവിലെ ഇവര് പോകുന്ന സമയത്തിനുള്ളിൽ അമ്മും ചേട്ടനും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. വാട്ട്? ഓഫീസിലില്ലേ? പിന്നെ എവിടെ പോയി? ചേട്ടൻ ടൈയൊക്കെ ഇട്ട് ഓഫീസിലേക്ക് തന്നെ പോയല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ നടക്കണമെന്ന് ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. സത്യ മാഡം, അവരവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ടെൻഷൻ എന്തിനാ? ചേട്ടൻ ഐ ലവ് യു അമൂല്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമൂല്യ നാണിച്ച് നിങ്ങളെ ആദ്യം ഇഷ്ടപ്പെട്ടത് ഞാനാണെന്നും പറഞ്ഞിട്ടുണ്ടാവും. ആ സന്തോഷത്തിന് അവര് ബ്രേക്ക്ഫാസ്റ്റ്, ലോങ് ഡ്രൈവ്, ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. സീരിയസ്ലി? ദയവ് ചെയ്ത് വേദാന്ത്, കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പാടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിൽ എന്താ പ്രശ്നം എന്ന് പറയാ, നമുക്ക് ശരിയാക്കാന്ന്. അച്ഛാ, അതൊരിക്കലും ശരിയാവുന്ന കാര്യമല്ല. ഇവനെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഫാമിലിക്കിടയിൽ പ്രശ്നങ്ങൾ വരാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയും പ്രശ്നം വഷളാവുന്നതിന് മുൻപ് ഈ റാസ്കലിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കച്ച. നോക്ക് വേദാന്ത്, നീ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ഇവനെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവനിൽ ഒരു കുഴപ്പവും ഞങ്ങൾ കാണുന്നില്ല. ഒരുപക്ഷെ നീ അവനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അതെന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഇരുന്ന് സംസാരിച്ചൂടെ? ഇരുന്ന് സംസാരിച്ചങ്ങനെ സോൾവ് ആക്കാനുള്ള പ്രശ്നമല്ല ഇവൻ ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ വീണ്ടും വന്നു ഇവൻ. എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ കണ്ണൻ എന്ന് പറഞ്ഞത് അന്ന് ഞാൻ ലഗേജ് എടുത്ത് വന്നപ്പോ ഇവിടെ ഒരിക്കലും അവനെ കണ്ടതാ. പിന്നൊരിക്കലും വീട്ടിലേക്ക് വന്നപ്പോ സിലിണ്ടർ ഡെലിവറി ചെയ്യാൻ വന്ന ആളെ പോലെ നാടകം കളിച്ചു. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ ഇരുന്നുകൊണ്ട് ഇവൻ മാസ്റ്റർ പ്ലാൻ റെഡിയാക്കുന്നെന്ന്. ഇവനെ ഉണ്ടല്ലോ കൊഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നുന്നേ. ഇവനെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്ക്. അത് മാത്രമല്ല, ഇനി ഞങ്ങളുടെ ആരുടെയും കൺമുന്നിലേക്ക് വന്നും പോവരുത്. എന്തിനു വീണ്ടും അത് തന്നെ സംസാരിക്കുന്നേ? അവരെവിടേക്കും പോകുന്നില്ല. അമ്മൂല്യ, ഞാൻ ഒരു തീരുമാനങ്ങളും ആലോചിക്കാതെ എടുക്കില്ല എന്ന് എനിക്ക് അറിയുന്നല്ലേടി. ആദ്യം ഇവനെ പിടിച്ച് പുറത്താക്ക്. ഞാനും അങ്ങനെയാ. എനിക്കറിയാതെ അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അവരെവിടെയും പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കാണും വലുത് അവനോടി. ക്ഷമിക്കു വേദാന്ത്, ഇവള് പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നുമല്ല. നിന്റെയും അവന്റെ ഇടയിൽ അവള് വേർതിരിവൊന്നും കാണിക്കുന്നില്ല വേദാന്ത്. പക്ഷെ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇവനെ പറഞ്ഞുവിടാനൊന്നും പറ്റില്ല. ശരി, ആയിക്കോട്ടെ. ഈ റാസ്കൽ ഈ വീട്ടിൽ നിന്ന് പോകുന്നവരെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. ഞാൻ പോവാ. ഒരു കാരണവശാലും വരില്ല. ചേട്ടാ, ചേട്ടാ, വേദാന്ത്, ചേട്ടാ, വേദാന്ത്, ചേട്ടാ, മോനെ അവിടെ പോവല്ലേ? നിൽക്ക്. വേദാന്ത്, മോനെ പോവല്ലേ? ചേട്ടാ, ഇവിടെ. ചേട്ടാ, അവിടെ നിൽക്ക്. പറയുന്നൊന്ന് കേക്ക് മോനെ. ചേട്ടാ, പറയുന്നത് കേൾക്ക്. പോവല്ലേ? ചേട്ടാ, പോവല്ലേ? വേദാന്ത്, പ്ലീസ്. ചേട്ടാ, വേദാന്ത്, പറയുന്നത് കേൾക്ക്. പോവല്ലേ? ചേട്ടാ. മോനെ.
അതായിരുന്നു സംഭവം. ചേട്ടാ എന്താ ഇങ്ങനെ പോകുന്നേ? എന്തു പറ്റി? കമോൺ മാൻ, സ്പീക്ക് അപ്പ്. നിന്നെ കണ്ടിട്ട് നല്ല ദേഷ്യത്തിലുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തു പറ്റി? എല്ലാം നശിച്ചു പോയടാ വിക്കി. എന്താ പറയുന്നത് വേദാന്ത്? നീയും അമൂല്യയും ആ ധ്രുവ, ബ്ലഡി റാസ്കൽ. ധ്രുവയോ? ധ്രുവ എന്താ ചെയ്തത് ചേട്ടാ? അവ മാസങ്ങളായിട്ട് ആ അമൂല്യയുടെ വീട്ടിൽ താമസിക്കുകയാണ്. എത്രടാ, നമുക്കതിനെ പറ്റി ക്ലൂ പോലും കിട്ടിയില്ല.